വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ബോബി ചെമ്മണ്ണൂരിനെ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. അല്പസമയം മുമ്പ് ബോബിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്ത്. പി എ പറയുന്ന ആള് എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ധന്യക്ക് കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്തൂടെ, പിന്നെ ഇത്രയും ആൾക്കാരെ കൂട്ടിയിട്ടാണോ ബോച്ചേനെ കാണാൻ വരുന്നത് ചോദിച്ചു. ഐ വാസ് ലൈക്ക്, അങ്ങനെ ഒടുവിൽ ബോച്ചെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അറസ്റ്റ് ചെയ്തപ്പോൾ എറണാകുളത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് മീഡിയക്കാർ ഈ പറയുന്ന ബോച്ചയുടെ ചുറ്റും ഉണ്ടായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നില്ല കൊലപ്പുള്ളികളെ കൊണ്ടുവരുന്നതിന്റെ കണക്കാണ് ബോച്ചയെ കൊണ്ടുവന്നേക്കുന്നത്. എന്തായാലും ബോച്ചെ തന്നെ ചോദിച്ചു മേടിച്ചൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം വല്ല ആവശ്യം ഉണ്ടായിരുന്നു അങ്ങേർക്ക്. പല ഇന്റർവ്യൂസിലും അയാൾ ചെന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചപ്പോഴേ നമ്മൾ റിയാക്ട് ചെയ്ത് പറഞ്ഞതാണ്. കാര്യം പുള്ളിക്കാരന്റെ ആ ഒരു സംസാര രീതി ശരിയല്ല എന്ന്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ എന്നാൽ പോലും ഇങ്ങനെയൊക്കെയുള്ള ഒരു തെണ്ടിത്തരങ്ങൾ കാണിക്കുമ്പോൾ ഒരു മനുഷ്യർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഈ ഹണി റോസിനെ ഇനാഗുറേഷനൊക്കെ വിളിച്ചിട്ട് പുള്ളി സംസാരിച്ച രീതികൾ ഒട്ടും ശരിയല്ലായിരുന്നു. അത് ഉള്ള കാര്യങ്ങൾ തുറന്നു പറയാമല്ലോ. എന്തായാലും നമുക്ക് ബോച്ചയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ബോബി ചെമ്മണ്ണൂരിനെ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. അല്പസമയം മുമ്പ് ബോബിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരുന്നത്. ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന പരാതിയിലാണ് കേസ് എടുത്തിരിക്കുന്നത്. ഇവിടെ എത്തിച്ചു അല്പസമയത്തിന് മുമ്പ് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇനി സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളല്ല ബോബിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അല്പസമയത്തിന് തന്നെ ACPയുടെ നേതൃത്വത്തിൽ വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ 9 മണിയോടുകൂടി തന്നെയായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെ വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷം പ്രാഥമിക ഘട്ടം എന്ന നിലയിലാണ് 1.5 മണിക്കൂറോളം അവിടെ വെച്ച് ചോദ്യം ചെയ്തത്. അതിനുശേഷം 12 മണിയോടുകൂടിയാണ് കസ്റ്റഡിയിലെടുത്ത് എറണാകുളത്തേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നത്. 7 മണിയോടുകൂടി തന്നെ ഇവിടെ എത്തിക്കുകയും ചെയ്തിരിക്കുന്നു. സാങ്കേതികമായി തന്നെ അറസ്റ്റിനുള്ള നടപടികൾ തന്നെ സെൻട്രൽ സ്റ്റേഷനിൽ. എന്തായാലും ഇന്ന് ജാമ്യം കിട്ടാനായിട്ട് പോകുന്നില്ല. ഇന്ന് മേ ബി കസ്റ്റഡിയിലെങ്ങാനും ആയിരിക്കാം. നാളെ ആയിരിക്കും ജാമ്യം കിട്ടാനായിട്ട് ചാൻസ് കൂടുതൽ. ഓക്കെ, അപ്പൊ എന്തായാലും ബോബി ചെമ്മണ്ണൂർ ചോദിച്ചു മേടിച്ചൊരു കാര്യം തന്നെയാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, കുറച്ച് നാൾക്ക് മുന്നേ ഇവിടെ ഹേമ കമ്മിറ്റി വന്ന സമയത്ത് സിദ്ദിഖിനെതിരെ ഇതുപോലെ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ശരിക്കും ബോബി ചെമ്മണ്ണൂർ വായും കൊണ്ട് ഓരോ തോന്നിവാസങ്ങൾ സംസാരിച്ചതാണ്. പക്ഷേ സിദ്ദിഖിന്റെ കേസിൽ തെളിവുകൾ എടുത്ത് ഈ തെളിവുകൾ മൊത്തവും സിദ്ദിഖിന് അഗെയിൻസ്റ്റ് ആയ സമയത്ത് പോലും പോലീസുകാർ ഈ പറയുന്ന സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അന്ന് എത്രയോ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പോലീസുകാർ പിന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന് നമുക്കറിയാം. അതായത് ജാമ്യം കിട്ടിയതിന് ശേഷമായിരുന്നു സിദ്ദിഖിന്റെ അറസ്റ്റ് വന്നത്. എന്തായാലും നമുക്ക് കണ്ടറിയാം ഇനി എന്ത് സംഭവിക്കുമെന്ന്. പക്ഷേ ഈ ഒരു വിഷയം വന്നതിന് ശേഷം ഇന്ന് ഞാനൊരു വീഡിയോ കാണാനായിട്ട് ഇടയായിട്ടുണ്ടായിരുന്നു. അതായത് ബോച്ചയിൽ നിന്ന് മോശം അനുഭവം. സീക്രട്ട് ഏജന്റ് പറഞ്ഞ വ്യക്തി ഞാനാണ്. ഹെലനോ സ്പാട്ടയാണ് വീഡിയോ ഇട്ടിരിക്കുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടൈറ്റിൽ കണ്ടപ്പോൾ വിചാരിച്ചത് ബോച്ചയിൽ നിന്ന് മോശം അനുഭവം. അപ്പം സ്വാഭാവികമായിട്ടും ആൾക്കാർ ചിന്തിക്കും ഈ പറയുന്ന ഹെലനോ സ്പാട്ടയ്ക്ക് ബോച്ചയിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള അനുഭവം നേരിട്ടു എന്ന്. ശരിക്കും ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ശരിക്കും ബോച്ചയും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ എനിക്ക് തോന്നി. അതായത് ഈ മോശം അനുഭവം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിനകത്ത് ബോച്ചയ്ക്ക് യാതൊരു പങ്കുമില്ലാത്ത രീതിയിലാണ് എനിക്ക് തോന്നിയത്. എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പറഞ്ഞു വാ കയറി നമുക്ക് ഗസ്റ്റ് ഹൗസിൽ പോയിരുന്നു സംസാരിക്കാൻ. ഭയങ്കര വെയിലല്ലേ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ അച്ഛനും അമ്മയും എല്ലാരും ഉണ്ട്, എല്ലാരും വരട്ടെ എന്ന്. അപ്പൊ ആള് ഓക്കെ പറഞ്ഞു. അങ്ങനെ അച്ഛനമ്മ, ഞാൻ, മാമൻ, ഞങ്ങള് അച്ഛന്റെ ഫ്രണ്ടും ഞങ്ങൾ ആളുടെ കാലിക്കറ്റുള്ള ഗസ്റ്റ് ഹൗസോ വീടോ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോയി. അപ്പൊ അവരവിടുന്ന് കുടിക്കാൻ എന്താ വേണ്ടത് വെച്ചാൽ നമ്മളൊന്നും വേണ്ട പറഞ്ഞു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പൊ ആളെന്റെ അടുത്ത് ചോദിച്ചു എത്ര ഏജാ ചോദിച്ചു. ഞാൻ ഏജ് പറഞ്ഞു. ഞാൻ വിചാരിച്ചു 10th എങ്ങാനും. ഇപ്പൊ അല്ല, 4 years മുന്നേ ഞാൻ കുറച്ച് മെലിഞ്ഞിട്ടാണ് ഉണ്ടായത്. പിന്നെ അപ്പൊ പറഞ്ഞു അങ്ങനെ കണ്ടാ പറയും. അങ്ങനെ കുറച്ച് നമ്മള് കുറെ കോൺവെർസേഷൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ആള് പറഞ്ഞു ആൾക്ക് ഹൈലൈറ്റ് മോളില് അവിടെ ബിസിനസ് എന്തോ മീറ്റിംഗ് കാര്യങ്ങളുണ്ട്, അങ്ങോട്ടേക്ക് പോവാന്ന് പറഞ്ഞു. അപ്പൊ ഡൂഡും ഫ്രണ്ട്സും ഒക്കെ അങ്ങോട്ടേക്കാണ്, ഹൈലൈറ്റിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ ഹൈലൈറ്റ് പോയി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ആളുടെ അപ്പുറമല്ല, ഞങ്ങൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിൽ പോയ സമയത്ത് എന്നെ ഞങ്ങൾ അവിടെ എത്തിയ സമയത്തെ കാലിക്കറ്റ് എത്തിയ സമയത്ത് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ PA-യും സെക്രട്ടറിയും ഏതോ ഒരാളാണ്. എനിക്ക് ആളുടെ ഫേസ് നല്ല ഓർമ്മയുണ്ട്. ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ബോച്ചയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ഹെലനോ സ്പാട്ട. പോയ സമയത്ത് അവിടെയുള്ള ബോച്ചയുടെ PA-യുടെ ഭാഗത്ത് നിന്ന് ഒരു മോശം അനുഭവം ഉണ്ടായെന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞു വരുന്നത്. ശരിക്കും ഇതിനകത്ത് എന്തിനാണ് ബോച്ചയുടെ പേര് ഇതിനകത്ത് വലിച്ചിട്ടേന്ന് എനിക്ക് ഇവിടെ കിട്ടുന്നില്ല. എനിക്ക് അതിനകത്തോട്ട് പേഴ്സണലി എനിക്ക് യോജിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി വന്ന് ബോച്ചയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും എന്താണ് ചിന്തിക്കുന്നത്? പ്രത്യേകിച്ച് ഇത്രയും വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇടേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത് പ്രത്യേകിച്ച് ഇതൊരു പെൺകുട്ടിയാണ്. അപ്പോൾ അറിയാമല്ലോ ഇത് ഏത് രീതിയിൽ അഫക്റ്റ് ചെയ്യുമായിരിക്കുമെന്ന്. എന്തായാലും എനിക്ക് അതിനകത്തോട്ട് പേഴ്സണലി യോജിപ്പില്ല. എനിക്ക് ഹെലനെ അറിയാവുന്നതാണ്, എനിക്ക് പരിചയമുള്ളതാണ്. പക്ഷെ എന്നാൽ പോലും ഞാൻ
ഹെലന്റെ അടുത്ത് പറയുന്നതാണ് ഇത്തരത്തിലുള്ള ടൈറ്റിൽ വെക്കേണ്ട ആവശ്യം ശരിക്കും ഈ ഒരു വീഡിയോക്കകത്ത് വരുന്നില്ലായിരുന്നു. അത് വെറുതെ അനാവശ്യമായിട്ട് ചെയ്തൊരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് കാര്യത്തിലോട്ട് വരാം. എന്തായാലും ആ പിയുടെ ഭാഗത്ത് നിന്ന് ഒരു മാതിരി വല്ലാത്തൊരു ഡയലോഗ് അടിച്ചു. ശരിക്കും അടി കൊടുക്കേണ്ട ഒരു സംഭവം തന്നെയായിരുന്നു. ആ ഒരു സമയത്ത് ഈ പറയുന്ന സീക്രട്ട് ഏജന്റ് ഒക്കെ ഇടപെട്ടു, ഭയങ്കര സംസാരമായി എന്നൊക്കെയുള്ള രീതി പറയുന്നുണ്ട്. അതിൽ ബാക്കിയോടെ കാണാം. പിന്നെ ആ ആളാണ് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കോർട്ടിൽ എത്തിയ സമയത്ത് എന്നെ വീണ്ടും ഫോൺ വീണ്ടും വിളിച്ചിട്ട് എവിടെയുള്ളത് ചോദിച്ചു. ഞങ്ങൾ ഫുഡ് കോർട്ടിലുണ്ട് പറഞ്ഞു. അങ്ങനെ ഇയാൾ ഫുഡ് കോർട്ടിൽ വന്നു. ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നിൽക്കുന്ന സമയത്ത് പിന്നെ ഞാൻ ഫുഡ് എടുക്കാൻ പോയ സമയത്ത് ഡൂഡ് വേറെ കൗണ്ടറിലാണ് ഫുഡ് എടുക്കാൻ പോയത്, ഞാൻ വേറെ കൗണ്ടറിലാണ് ഫുഡ് എടുക്കാൻ പോയത്. പിന്നെ അപ്പോ എന്റെ അടുത്ത് വന്നിട്ട് ഈ പി എ പറയുന്ന ആള് എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ധന്യക്ക് കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്തൂടെ, പിന്നെ ഇത്രയും ആൾക്കാരെ കൂട്ടിയിട്ടാണോ ബോച്ചേനെ കാണാൻ വരുന്നത് ചോദിച്ചു. ഐ വാസ് ലൈക്ക് അതിനിപ്പോ എന്താണ്, ഞാൻ എല്ലായിടത്തേക്കും പോകുന്നത്, എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. പിന്നെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ലൈക്ക് അച്ഛൻ അമ്മ അല്ലെങ്കിൽ എന്റെ മാമന്മാര് ഏട്ടന്മാര് എന്റെ പാർട്ട്ണർ അങ്ങനെ അല്ലാണ്ട് ഞാൻ എവിടെ അങ്ങനെ പോവാറില്ല. അപ്പൊ എനിക്ക് കംഫർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് ഞാൻ പോവാറുള്ളത്. അതിന് എവിടേക്കായാലും എത്ര പിന്നെ വലിയ ആളെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ പോവാറുള്ളത്. ഞാൻ യൂഷ്വലി ഞാൻ ഇങ്ങനെയാണ് പോവാറുള്ളത്. അപ്പൊ ഇയാൾ പറഞ്ഞു, ലേശം ചിന്തിച്ചൂടെ, ബോച്ചേനെയാണ് കാണാൻ വരുന്നത്. അപ്പൊ എനിക്കത് മനസ്സിലായിട്ടില്ല, സീരിയസ്ലി ട്രസ്റ്റ് മീ. പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല ആരെ ആയാലും ഞാൻ ഇങ്ങനെയാണ് പോവാറില്ലേ പറഞ്ഞപ്പോ ഈ സീക്രട്ട് ഏജന്റിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഡൂഡിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ചിലപ്പം ബിഗ് ബോസിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും കൂടി ആയിരിക്കും ആളിനെ അറിയുന്നത്, എനിക്ക് അല്ലാണ്ട് അറിയാം. ആള് കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായെന്ന് തോന്നുന്നു. എന്തായാലും ആ ഒരു പിയുടെ ഭാഗത്ത് നിന്ന് ആ പറഞ്ഞ ആ ഒരു സംസാര രീതി അത്ര ശരിയുള്ള ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയെടുത്ത്, അതായത് ബോച്ചയാണ് നിങ്ങൾ കാണാൻ വരുന്നത്, നിങ്ങൾ ഒറ്റയ്ക്കല്ലായിരുന്നോ വരേണ്ടത്, നിങ്ങൾ എന്തിനാണ് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വരുന്നത് ചോദിക്കുന്നത്. അതൊരു എന്താ പറയുക, അത് കേൾക്കുമ്പോഴത്തേക്ക് നമുക്കത് വളരെ റോങ് അടിക്കും. ആർക്കായാലും അത് റോങ് അടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. നിലവിൽ ഈ ഒരു പി എ ഇപ്പം ബോച്ചയുടെ കൂടെ ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ ഒരു പിയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് ഇതുപോലെ മോശമായിട്ടുള്ള പ്രവൃത്തികൾ കാര്യങ്ങൾ കണ്ടുപിടിച്ചതിന്റെ ശേഷം അയാളെ അവിടുന്ന് പുറത്താക്കിയെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, അയാൾ ഒരാഴ്ച എങ്ങാണ്ട് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിന് ശേഷമാണ് ഇത് കേട്ടിട്ട് സീക്രട്ട് ഏജന്റ് ഇടപെടുന്നതും ഇത് പിന്നെ ഇത്തിരി പ്രശ്നത്തിലോട്ട് പോകുന്നതൊക്കെ. ഇതൊക്കെ എന്തുകൊണ്ട് അന്നേ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞുകൂടായിരുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് ഇത്രയും നാൾ എന്തിനാണ് ഈ ഒരു വിഷയം പറയാനായിട്ട് കാത്തുവെച്ചിരുന്നത്? ശരിക്കും ആ വ്യക്തി, അതായത് ആ പി എ എന്ന് പറയുന്ന ഒരാളെ എടുത്ത് ഫോട്ടോ ഉൾപ്പെടെ എടുത്ത് വെച്ചിട്ട് എക്സ്പോസ് ചെയ്യണമായിരുന്നു. അതായിരുന്നു ചെയ്യേണ്ട ഒരു കാര്യം. അല്ലാതെ ഇവിടെ ഇങ്ങനെ ഒരു ടൈറ്റിൽ വന്നിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബോച്ചയാണ് ഇങ്ങനെയുള്ള പ്രവൃത്തി കാണിച്ചതെന്ന് ആൾക്കാർ ചിന്തിക്കത്തുള്ളൂ. അപ്പുറത്തെ കൗണ്ടറിലാണ് പിന്നെ ഫുഡ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മളെ എന്നൊക്കെ ഇന്നു ചേച്ചിനെ എല്ലാം കൊണ്ടു നടക്കുന്ന പോലെയാണ് ഡൂഡ് കൊണ്ടു നടക്കുന്നത്. അപ്പൊ ആള് ശ്രദ്ധിച്ചു. അപ്പം ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നുള്ളത്. അപ്പൊ ആള് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, പോയിക്കോ, ഫുഡ് ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട്, അല്ല നീ അപ്പുറത്ത് ഫുഡ് എടുത്തോ, ഞാൻ ഇതെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ ഫുഡ് എടുക്കാൻ പോയിട്ട് എനിക്ക് സംഭവം ക്ലിയർ അല്ല. ഇവര് മെല്ലെയാണ് സംസാരിക്കുന്നുള്ളത്. ഡൂഡാണെങ്കിൽ ഡൂഡ് ഇയാൾ മെല്ലെയാണ് സംസാരിക്കുന്നത്. ഒരു സമയം കഴിഞ്ഞപ്പോൾ ഡൂഡ് ഭയങ്കരമായിട്ട് പിന്നെ റേസായി. ഡൂഡ് അയാളെടുത്ത് പറഞ്ഞു, പിന്നെ ബോച്ചയല്ല ഏതോനായിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിന്റെ ചെള്ള ഞാൻ അടിച്ചു തിരിക്കും പറഞ്ഞു. അപ്പൊ അയാൾ വേഗം ഡൂഡിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, പിന്നെയും എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരാൾക്ക് വേറൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇനി ആ ചേട്ടൻ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അവരും അവരുടെ സൈഡ് വന്ന് പറയുമോ എന്ന് എനിക്കറിയില്ല. ലൈക്ക് അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ എനിക്ക് പേഴ്സണലി ഈ പറയുന്ന ബോച്ചെ എന്ന് പറയുന്ന വ്യക്തിന്റെ കയ്യിൽ നിന്ന് ഒരു മോശമായിട്ടുള്ള അനുഭവവും കാര്യങ്ങളല്ല ഉണ്ടായിട്ടുള്ളത്. ഇയാളുടെ പി എന്ന് പറയുന്ന വ്യക്തി എന്താ വെച്ചാൽ, ഞാൻ ഈ അണിറോസിന്റെ ഇഷ്യൂ വന്ന സമയത്ത് അപ്പോ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഡൂഡിന്റെ സൈഡ് എന്താണെന്നുള്ളത് സീക്രട്ട് ഏജന്റിന്റെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇനി ഈ പറയുന്ന സായി എന്താണ് ഈ വിഷയത്തിൽ സംസാരിക്കാൻ നമുക്ക് കാണാം. സായി ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്ത് ഡയലോഗാണ് ആ ഒരു പി എ പറഞ്ഞേ എന്ന്. എന്തായാലും നമുക്ക് അതൊന്ന് കാണാം. ഞാന് ജിത്തുബായി, അഭിലാഷ്, പ്രബി, പിന്നെ ശ്രീകുട്ടി, അങ്ങനെ കുറച്ച് പേര് നമ്മളുണ്ട്. അപ്പൊ നമ്മൾ ഒരു സൈഡിൽ നിൽക്കുന്നു, ഫോട്ടോ വീഡിയോ ഒക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഹെലൻ നമ്മളെ കൂടെയായിരുന്നു. ഇയാൾ വരുന്നു, കോൾ ചെയ്യുന്നു. ഹെലൻ റോഡിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നു. ഹെലൻ മാസ്ക് ഇട്ടിട്ടില്ല, ഞാനും മാസ്ക് ഇട്ടിട്ടില്ല, ബാക്കിയുള്ളവർക്ക് മാസ്ക് ഇട്ടിട്ടില്ല. പോലീസുകാർ, ബീച്ച് സൈഡിൽ നിന്ന് പോലീസുകാർ വരുന്നു. റേഡിയോ പരിപാടി എന്തോ, റേഡിയോ സ്റ്റേഷൻ എന്തുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ്. അവിടെ നിന്ന് പോലീസുകാർ ഈ സൈഡിലേക്ക് വരുന്നു. മാസ്ക് ഇടാത്തതിന് ഞങ്ങളെ ചോദ്യം ചെയ്യുന്നു, സംസാരമാവുന്നു. ഈ ഡിവൈൻ തമ്പി എന്ന് പറയുന്ന ബോച്ചയുടെ ഈ ഒരു മാനേജർ ഇറങ്ങി വരുന്നു. കാര്യം എന്താണെന്ന് ചോദിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിനെ കാണാൻ വന്ന ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് ഹെലൻ ബോബി ചെമ്മണ്ണൂരിന്റെ കാർ കയറിപ്പോയി. ഹെലൻ മാത്രമല്ല, ഹെലന്റെ വീട്ടുകാരും ഹെലനും അച്ഛനും അമ്മയും
കൂടെ ബ്രദർ ഉണ്ടോ ഡൗട്ട് ഉണ്ട്. എന്നാണെങ്കിലും അവർ പോയി, ഞങ്ങൾ അവിടെ നിന്നു. ഇയാളിത് ബോബി ചെമ്മണ്ണൂരിനെ കാണാൻ വന്നതാണ്, അല്ലെങ്കിൽ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് 10 ആളെ വിളിച്ച് പറഞ്ഞെങ്കിൽ ഇയാളുടെ ഷോ. ഞാൻ ഒരു സൈഡിൽ ഇന്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ റേസ് ആവുന്നുണ്ട് പോലീസുകാരോട്. കാരണം ജസ്റ്റ് മാസ്ക് മാറ്റിയിട്ടേ ഉള്ളൂ, കംപ്ലീറ്റ് മാറ്റിയിട്ടില്ല. ഓക്കെ, ജസ്റ്റ് മാസ്ക് മാറ്റി അപ്പം തന്നെ മാസ്ക് കിട്ടുമെന്ന് പറയുന്നു. അങ്ങനെ ആ ഇൻസിഡന്റ് അവിടെ നടക്കുന്നു. ഇയാളെ കുറെ ഷോ ഞങ്ങൾ കാണുന്നു, ഈ ബോബി ചെമ്മണ്ണൂരിന്റെ മാനേജർത്. അതിനുശേഷം ബോബി ചെമ്മണ്ണൂർ ഹെലനും ബാക്കി ആൾക്കാരെയും വണ്ടിയിൽ കൊണ്ടുപോയല്ലോ. ബോബി ചെമ്മണ്ണൂരിന്റെ ഈ മാനേജറായ ഡിവൈൻ തമ്പി, ഈ ഡിവൈൻ തമ്പി ഹെലനയായിട്ട് സംസാരിക്കുന്നുണ്ട്. ഹെലനായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു ബേസിക് സാധനം എന്താ അറിയോ, ഈ ഡോഗ് ഇൻസ്റ്റിങ്ക്റ്റ് ആണ് തോന്നുന്നു എനിക്കിങ്ങനെ ഭയങ്കര ഒരു എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇങ്ങനെ തോന്നൂടെ, ഇതെന്തോ വിഷയമുണ്ടല്ലോ. അപ്പോൾ അവിടെ ഹെലൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സായിക്ക് അത് കണ്ടപ്പോൾ റോങ് അടിച്ചായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും അങ്ങനെ റോങ് അടിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ആ നിമിഷം തീർക്കേണ്ട ഒരു കാര്യമായിരുന്നു. ശരിക്കും സായി അന്നേരം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഡിവൈൻ തമ്പിയെയും കൂടെ വിളിച്ചുകൊണ്ട് പോയിട്ട് ബോച്ചെ കാണാനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ ബോച്ചെ എങ്ങനെയും കോൺടാക്ട് ചെയ്തിട്ട് ഈ ഒരു വിഷയം പറയണമായിരുന്നു. ഇങ്ങനൊരു അനുഭവം നിങ്ങളുടെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നുവെങ്കിൽ സംഭവം ഇത്രയും കൂടെ ഒന്ന് ക്ലിയർ ആയേനെ. എന്തായാലും അയാൾ കാണിച്ചത് തന്തയില്ലാത്തരം തന്നെയാണ്. എന്തായാലും സംഭവം നിലവിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്, അതുള്ള കാര്യം തന്നെയാണ് അവർ ഉണ്ടാക്കി പറയുന്നതല്ല. ഇവർ രണ്ടുപേരും ശരിക്കും ഇങ്ങനൊരു ഇൻസിഡന്റ് നടന്നിട്ടുമുണ്ട്. അത് മാത്രമല്ല ഈ ഒരു വ്യക്തി ഇപ്പം നിലവിലില്ല, അയാളെ പിരിച്ചു വിട്ടിട്ടുമുണ്ട്. അത് ഈ പറയുന്ന അവിടെ ഉള്ള ആൾക്കാരൊക്കെ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഈ ഒരു വിഷയമൊക്കെ ബോച്ച എടുത്ത് ഇൻഫോം ചെയ്തായിരുന്നുവെങ്കിൽ ഇത്രയും കൂടെ കിടലുമായിരുന്നേനെ. അത് അന്നേ ഇൻഫോം ചെയ്തിട്ട് ബോച്ചയുടെ പ്രതികരണം ഈ വിഷയത്തിൽ എന്തായിരുന്നു എന്ന് നോക്കണമായിരുന്നു. അയാളും ഈ പറയുന്ന ഡിവൈൻ തമ്പി എന്ന് പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു പറയുന്നതെങ്കിൽ ഉറപ്പായിട്ടും ബോച്ചയും കൂടെ ഈ ഒരു വിഷയത്തിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കായിരുന്നു, അല്ലേ? എന്തായാലും ബാക്കിയോടെ കാണാം. അല്ലെങ്കിൽ എനിക്ക് ഒരാൾ എൻ്റെ ഫ്രണ്ട്, എൻ്റെ ക്ലോസ് ഫ്രണ്ട് അൺകംഫർട്ടബിൾ ആയാലോ, എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ ഒരു സീൻ അവരുടെ എനിക്ക് പെട്ടെന്ന് ബോഡി ലാംഗ്വേജ് മനസ്സിലാവുന്ന ഒരാളാണ് ഞാൻ നോക്കും ചെയ്യും. എനിക്ക് ബോബി ചെമ്മണ്ണൂർ ഞങ്ങളെ കൂട്ടുന്ന ഹെലനെ മാത്രം വിളിച്ച് വണ്ടി കയറ്റിയ സമയത്ത് തന്നെ എനിക്കിങ്ങനെ ഒന്നിങ്ങനെ വാട്ട് ഈസ് ദാറ്റ് എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ വണ്ടിയിലിരുന്നു കൊണ്ട് ഈ ഡിവൈൻ തമ്പി അടിക്കുന്ന ചില ചീഞ്ഞ സാധനങ്ങളുണ്ട്. ഈ സാധനങ്ങളും കൂടി ആയപ്പോൾ എനിക്ക് എവിടേക്കോ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ ഇവർ മാറി ഇന്ന് ഒരു കൗണ്ടറിൽ നിന്നിട്ട് ഇവർ സംസാരിക്കുമ്പോഴോ ഇതൊക്കെ എൻ്റെ മൈൻഡ്, ഞാൻ നിൽക്കുന്ന കൗണ്ടറിൽ നിന്ന് മാറിയിട്ട് എൻ്റെ മൈൻഡും എൻ്റെ കണ്ണും അപ്പുറത്തേക്കാണ് പോകുന്നത്. ഇനി എന്തോ ഒരു സാധനം ഫീൽ ചെയ്തു. ഞാൻ നേരെ അവിടെ ചെന്നു, ഹെലനോട് പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ എടുക്കാമെന്ന് പറഞ്ഞ സാധനം പിസയാണ് നമ്മൾ ഓർഡർ ചെയ്തതെന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പിസയാണ് ഓർഡർ ചെയ്തത്. പിസ ഓർഡർ ചെയ്യുന്നു. ഇയാൾ ഞാനും മാറി നിൽക്കുന്ന ഒരു സൈഡിലേക്ക് വരുന്നു. ഇയാൾ എന്നോട് എടുത്ത വാക്കി ഡിവൈൻ തമ്പി പറഞ്ഞൊരു കാര്യം എന്താ പറയുക, നിങ്ങൾ ഇത്ര പേരൊന്നും വരും നമ്മൾ പ്രതീക്ഷിച്ചില്ല. ആക്ച്വലി നമ്മൾ ഈ ബോബി ചെമ്മണ്ണൂരിനെ കാണാനോ അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെ ഇതാക്കാനോ പോകുന്നൊന്നുമല്ല. ഹെലൻ കാസർഗോഡ് നിന്ന് കാലിക്കറ്റ് വരുന്നു. അപ്പോൾ നമുക്ക് ഹെലനെ മീറ്റ് ചെയ്യാം. അന്ന് തന്നെ നമ്മൾ കുറച്ച് വീഡിയോസും സാധനങ്ങളൊക്കെ പ്ലാൻ, അന്ന് നമ്മൾ ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം വീഡിയോ ചെയ്യുന്ന ഒരു ടൈമാണ്. ഫുഡ് കോർട്ടിൽ നിന്ന് മാറി നിന്ന് സംസാരിച്ചാൽ മതി. ഇയാൾ എന്നോട് ഡയലോഗ് അടിച്ചു. ഇയാൾ ഈ ഹെലനോട് ഒറ്റയ്ക്ക് വന്നാൽ പോരെ, എന്തിനാ എല്ലാവരെയും കൂട്ടി വരണേ എന്നുള്ള സംസാരം അപ്പം എന്നോട് ഹെലൻ പറഞ്ഞിട്ടില്ല. നമ്മൾ തമ്മിൽ ആ ഒരു കോൺവെർസേഷനോ ആ ഒരു സാധനം കൺവേ ചെയ്തിട്ടില്ല. ഇയാൾ എന്നോട് എന്തിന് നിങ്ങൾ ഇത്ര പേര് വന്നേന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നു. ആൻഡ് ദ വെരി നെക്സ്റ്റ് മൊമെന്റ് ഇയാൾ പറയുകയാണ്, ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറയുന്ന വ്യക്തി ബോച്ചയെക്കുറിച്ച് ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. ബോച്ചയെക്കുറിച്ച് വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ ബോബി ചെമ്മണ്ണൂരിൽ ഹെലനെ ഒന്ന് പൂശണം എന്നുണ്ടായിരുന്നു. ഇതാണ് അയാൾ ഉപയോഗിച്ചത്, പൂശണം എന്നുണ്ടായിരുന്നു. കേട്ടല്ലോ, ഇതാണ് ഡിവൈൻ തമ്പി പറഞ്ഞത്. ശരിക്കും അവിടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടല്ലായിരുന്നോ ഈ പറഞ്ഞ ഹെലൻ അവിടെ പോയത്? ഒരാളെ അങ്ങനെ വിളിച്ച് വരുത്തിയിട്ട് അങ്ങനെ അങ്ങ് പൂശുന്ന അതെങ്ങനെയുള്ള പരിപാടിയാവും? അത് പിന്നെ പീഡനത്തിലോട്ടൊക്കെ അല്ലേ പോകത്തുള്ളൂ. ഒരാളുടെ സമ്മതമില്ലാതെ ഒരാൾ പിടിച്ചിട്ട് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ പോയി കഴിഞ്ഞാൽ അതിന് റേപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരാൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ പേരിൽ ആക്ഷൻ എടുക്കണം, അല്ലേ? പ്രത്യേകിച്ച് ഇപ്പം ബോബി ചെമ്മണ്ണൂരിന്റെ വായിൽ നിന്ന് 1-2 വർത്തമാനം, ഡബിൾ മീനിങ് പോലെയുള്ള വർത്തമാനം വന്നതിന്റെ പേരിലാണ് ഇപ്പം ബോബി ചെമ്മണ്ണൂരിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നത്. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ അടുത്ത് ഡയറക്റ്റ് പോയിട്ട് എല്ലാവരും സംസാരിക്കാം. പ്രത്യേകിച്ച് ഹെലന്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്, അവരെയൊക്കെ ഇൻഫോം ചെയ്യാം. അവിടെ നല്ല രീതിയിൽ ചോദിച്ചൂടെ? അതായത് ഇങ്ങനെയുള്ളൊരു ഡയലോഗ് ഈ ഡിവൈൻ തമ്പി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവന് അടിയും കൊടുക്കണമായിരുന്നു, ഈ ഒരു കാര്യം കൂട്ടി ചോദിക്കുകയും ചെയ്യണമായിരുന്നു. അതായിരുന്നു ശരിക്കും ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വന്ന് സംസാരിച്ചിട്ട് വലിയ പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ബോച്ചയിൽ നിന്നൊരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമായിട്ട് ഹെലൻ ഇവിടെ സംസാരിക്കുന്നുണ്ട്. അല്ലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ബോച്ചയുടെ പി എന്ന് പറയുന്ന ഒരു വ്യക്തി, അപ്പോൾ പി എന്ന് പറയുന്നത് ആരാണ്? അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്.
അപ്പം ബോച്ചയുടെ അറിവോടെ കൂടിയിട്ടാണോ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞതെന്നും കൂടി അന്വേഷിക്കണമായിരുന്നു. അത് ഇനി അയാളുടെ കയ്യിൽ നിന്നിട്ടാണോ അയാൾ ഇങ്ങനെ സംസാരിച്ചത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഒരിക്കലും പറ്റത്തില്ല. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.